നമസ്കാരം. ഡീപ് ഫോക്കസ് തുടങ്ങുന്നു. സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും എത്തുന്നത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ. കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ തീരെ അശ്രദ്ധമായാണ് കൈകാര്യം ചെയ്യുന്നത്. മീഡിയ വൺ ഇൻവെസ്റ്റിഗേഷൻ. രണ്ട് ഡിഗ്രി മുതൽ 8 ഡിഗ്രി താപനിലയിൽ മാത്രം സൂക്ഷിക്കേണ്ട മരുന്നാണിത്. മരുന്നു കമ്പനി കൃത്യമായ മുന്നറിയിപ്പും ഇതിനു മുകളിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മരുന്നുകൾ ഞങ്ങൾക്ക് ലഭിച്ചതാവട്ടെ ഒരു പ്ലാസ്റ്റിക് കവറിലും. മൊത്ത വിതരണ കേന്ദ്രത്തിൽ നിന്നും മെഡിക്കൽ ഷോപ്പുകളിലേക്കും ആശുപത്രികളിലേക്കും മരുന്നുകൾ അയക്കുന്നത് ഇങ്ങനെയാണ്. താപനില 8 ഡിഗ്രിയിൽ താഴെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുള്ള മരുന്നുകൾ കൊണ്ടുപോകുന്നത് ഇതുപോലെ സ്വകാര്യ ബസ്സുകളിൽ. 2 മുതൽ 8 വരെ ഡിഗ്രിയിൽ സൂക്ഷിക്കേണ്ട സാധനത്തോടൊപ്പം അതിന്റെ താപനില ക്രമീകരിക്കാനായി തന്നിരിക്കുന്ന വസ്തുവാണ് ഇത്. പാക്ക് ചെയ്ത് തന്നിരിക്കുന്ന ഇൻസുലിൻ ഞാൻ വയനാട്ടിൽ എത്തുമ്പോഴേക്കും ഇത് ശരിക്കും നിർജീവമായിരിക്കും. റെഫ്രിജറേറ്ററുകളിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ മണിക്കൂറുകളോളമാണ് ബസ് സ്റ്റാൻഡുകളിലെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കെട്ടിക്കിടക്കുന്നത്. കുറഞ്ഞ താപനിലയിൽ മാത്രം സൂക്ഷിക്കേണ്ട പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻ, കിഡ്നി രോഗികൾക്കുള്ള എരിത്രോപോയിറ്റിൻ, ക്യാൻസർ രോഗികൾ ഉപയോഗിക്കുന്ന ഗാമാപോളിൻ ഇഞ്ചക്ഷൻ തുടങ്ങിയ മരുന്നുകളാണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ മരുന്ന് ക്വാളിറ്റി ഉണ്ട് എന്ന് കണ്ട് നമ്മൾ രോഗികൾക്ക് കൊടുക്കുകയും രോഗി ഒന്നുകിൽ അസുഖം മാറാതെ വീണ്ടും ഡോക്ടറെ അടുത്ത് വന്ന് വീണ്ടും ആന്റിബയോട്ടിക് ആണെങ്കിൽ വീണ്ടും അത് ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു. റെഫ്രിജറേറ്ററുകളിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ ഉയർന്ന താപനിലയിൽ സൂക്ഷിക്കുന്നതോടുകൂടി മരുന്നിന്റെ ഗുണനിലവാരം തന്നെ ഇല്ലാതാകും. ഇങ്ങനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന മരുന്നുകളാണ് വൻ വില കൊടുത്ത് രോഗികൾ വാങ്ങേണ്ടി വരുന്നത്. സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം. ഈ വാർത്തകൾ പ്രതികരിക്കാൻ നമ്മളോടൊപ്പം കെ അബ്ദുൽ ജലീൽ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഫാർമസി മെഡിക്കൽ കോളേജ് കോഴിക്കോട്, MP പ്രേംജി, കേരള ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, അദ്ദേഹം വയനാട് ബ്യൂറോയിലുണ്ട്. ആദ്യം അബ്ദുൽ ജലീലിലേക്ക്. അബ്ദുൽ ജലീൽ, ശീതീകരണയിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ അവ പ്രത്യേകം തന്നെ മരുന്നുകളുടെ പാക്കറ്റുകളിൽ രേഖപ്പെടുത്താറുണ്ട്. ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നത് ആ മരുന്നുകൾക്ക് രാസവ്യതിയാനം സംഭവിക്കാതിരിക്കാനാണ് ഊഷ്മാവിനനുസരിച്ച്. ഇത്തരത്തിൽ വളരെ അശ്രദ്ധമായി ബസ്സുകളിലും മറ്റും ഈ മരുന്നുകൾ കൊണ്ടുപോകുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന മാറ്റം എന്താണ്? തീർച്ചയായും വളരെ നിർഭാഗ്യകരമായൊരു അവസ്ഥയാണിത്. നമ്മുടെ രാജ്യത്ത് ഈ മരുന്നുകൾ നിർമ്മിക്കപ്പെടുന്നത് വളരെ ശാസ്ത്രീയം, വളരെ നല്ല സൗകര്യത്തോടും എല്ലാ ഫെസിലിറ്റിയോടു കൂടിയാണ് കമ്പനികൾ നിർമ്മിക്കപ്പെടുന്നത്. പക്ഷേ ഇത്തരം മരുന്നുകൾ ഇങ്ങനെ ഈ എല്ലാ രീതിയിലും നിർമ്മിച്ച് അത് വിതരണത്തിലെത്തുമ്പോൾ ആ കോൾഡ് ചെയിൻ പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ പോവുകയാണ്. അതോടുകൂടി ആ മരുന്ന് മിക്കവാറും ഇൻസുലിൻ്റെ കേസാണെങ്കിൽ ഏത് മരുന്നാണെങ്കിലും അത് താപനില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഇനാക്റ്റീവ് ആവുകയോ അതുകൊണ്ടുള്ള പ്രയോജനം ഇല്ലാതാവുകയും ചെയ്യാണ്. ഇത് കമ്പനികളിൽ നിന്ന് ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിങ് ഏജന്റിലേക്ക് എത്തുന്നത് വരെ വളരെ നല്ല രീതിയിൽ കൊണ്ടുവരും. പക്ഷേ ഹോൾസെയിൽ ഏജന്റ് മുതലാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ അത് കൈകാര്യം ചെയ്യുന്നത് മരുന്ന് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മരുന്ന് കൈകാര്യം ചെയ്യേണ്ടത് ഫാർമസിസ്റ്റാണ്, ഏത് മേഖലയിലാണ്. പക്ഷെ വളരെ ഏത് ഫാർമസിയിൽ നിങ്ങൾക്ക് ചെന്നാൽ മനസ്സിലാവും, പലപ്പോഴും ഫാർമസിസ്റ്റുകൾ ഉണ്ടാവില്ല. ഉള്ളപ്പോൾ തന്നെ അത് മറ്റു ആളുകളാണത് കൈകാര്യം. അതുപോലെ ഈ മൊത്ത വിതരണ ഹോൾസെയിൽ ഏജൻസികളിൽ കോമ്പിറ്റന്റ് പേഴ്സൺസ് ആണ്, ഫാർമസിസ്റ്റ് അല്ല അത് കൈകാര്യം. അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ടോ, അതിനുള്ള ട്രെയിനിങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പം മൊത്തത്തിൽ തന്നെ ഈ മരുന്നുകൾ ഇങ്ങനെ ഈ താപനില മാറുന്നതിനനുസരിച്ചും അതുപോലെ സൂക്ഷിക്കുന്നതിൻ്റെ കണ്ടീഷൻ മാറുന്നതനുസരിച്ചും അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാതെ പോവുകയാണ്. ശരി അബ്ദുൽ ജലീൽ, മടങ്ങി വരാം. പ്രേംജി, ഇവിടെ മരുന്ന് ഉൽപ്പാദന കമ്പനികളിൽ നിന്ന് മൊത്ത വിതരണക്കാരിലേക്ക് എത്തുന്നത് വരെ ഇത്തരം മരുന്നുകൾ ശീതീകരണങ്ങളിൽ തന്നെയായിരിക്കും ട്രാൻസ്പോർട്ടിംഗ് നടക്കുന്നുണ്ടാവുക. മൊത്ത വിതരണക്കാരിൽ നിന്ന് ആശുപത്രികളിലേക്കും മെഡിക്കൽ ഷോപ്പുകളിലേക്കും പോകുമ്പോഴാണ് ഈ പ്രശ്നം. കാരണം ഈ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്ന മൊത്ത വിതരണക്കാരിൽ ആരും ഫാർമസിസ്റ്റുകൾ ഉണ്ടാകില്ല. കൂടിപ്പോയാൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകൾ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എന്നിരിക്കെ ഇതിൽ ശാസ്ത്രീയമായ രീതിയിൽ മരുന്നുകൾ കൊണ്ടുപോകാനുള്ള, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം മൊത്ത വിതരണക്കാർക്ക് ഉത്തരവാദിത്തമാവുന്ന രീതിയിലൊരു നിയമം പോലും ഈ നാട്ടിലില്ല. അത് പരിശോധിക്കാൻ ആരും ഉണ്ടാകില്ല എന്നതല്ലേ വാസ്തവം? വളരെ ശരിയാണ് ഈ പറഞ്ഞ കാര്യം. കമ്പനികൾ
നേരത്തെ സാറ് പറഞ്ഞതുപോലെ കൃത്യമായ താപനിലയിൽ ഗുണനിലവാരം പൂർണ്ണമായും ഉറപ്പുവരുത്തിയാണ് എല്ലാ മരുന്നും നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഈ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അത് മൊത്ത വിതരണ സ്ഥാപനത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2016 ഓഗസ്റ്റിൽ നിർമ്മിച്ച ഒരു മരുന്ന് ഈ സെപ്റ്റംബർ മാസത്തോടുകൂടി തന്നെ മിക്കവാറും മൊത്ത വിതരണക്കാരൻ്റെ കയ്യിലെത്തും. അവിടെ നിന്നും ഈ ചെറുകിട സ്ഥാപനങ്ങൾ അവർക്ക് ആവശ്യമുള്ള മരുന്നിന് ഓർഡർ കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ ബസ്സിലും മറ്റുമാണ് ഇത് അയച്ചു കൊടുക്കുക. ഒരു മരുന്നിന് 2 വർഷമോ 3 വർഷമോ ആയിരിക്കും സാധാരണഗതിയിൽ അതിൻ്റെ കാലാവധി അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുക. അപ്പോൾ 2016 ഓഗസ്റ്റിൽ നിർമ്മിച്ച ഒരു മരുന്ന് 2018 ജൂലൈ വരെയാണ് അതിൻ്റെ കാലാവധി. ഇത്തരത്തിലുള്ള ഒരു മരുന്ന് ഈ മാസം വയനാട് ജില്ലയിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിലോ ആശുപത്രിയിലോ എത്തി എന്നിരിക്കട്ടെ, ഉടനെ തന്നെ അത് വിറ്റുപോയിക്കൊള്ളണം എന്നില്ല. കാരണം ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വരിക. അതുവരെ ഈ മരുന്ന് റീറ്റെയിൽ നെറ്റ്വർക്കിലാണ് ഇരിക്കുന്നത്. ഒരു മരുന്നിൻ്റെ 80% ജീവിതകാലം മുഴുവൻ റീറ്റെയിൽ ഔട്ട്ലെറ്റിലാണ്. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ അനുസരിച്ച് പൊടിപടലങ്ങൾ നിറഞ്ഞതും പൊട്ടിപ്പൊളിഞ്ഞ അലമാരകളുമാണ് മിക്കവാറും സ്ഥാപനങ്ങളിൽ ഉള്ളത്. 10, 15, 20 വർഷം പഴക്കമുള്ള മെഡിക്കൽ ഷോപ്പ് യാതൊരുവിധ നവീകരണവും നടത്താതെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന മരുന്ന്, ഇപ്പോൾ രക്തം കട്ടയാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാർഫാറിൻ, അതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രസവം വേഗത കൂട്ടുന്നതിന് എളുപ്പമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഓക്സിറ്റോസിൻ പോലെയുള്ള മരുന്നുകൾ പോലും സാധാരണ താപനിലയിൽ സൂക്ഷിക്കുമ്പോൾ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇതിലൊന്നും യാതൊരുവിധ നിയന്ത്രണമോ നടപടിയോ എടുക്കാനായിട്ട് ആരോഗ്യവകുപ്പ് താല്പര്യം കാണിക്കുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ ആശുപത്രികൾ ശീതീകരിക്കണമെന്ന ഒരു നിയമം വന്നുവെങ്കിലും സർക്കാർ മാറിയതോടുകൂടി അത് ചവറ്റുകുട്ടയിലായ ഒരു അവസ്ഥയാണുള്ളത്. അത് തന്നെയുമല്ല, സർക്കാർ ആശുപത്രികളിൽ ഒരു 100-ലധികം മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനും കഴിയുകയില്ല. എന്നാൽ കേരളത്തിലെ വിപണിയിൽ 85,000-ലധികം ബ്രാൻഡ് മരുന്നുകളാണുള്ളത്. മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ അടുത്ത് പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പുകളിൽ, അതല്ലെങ്കിൽ വൻകിട ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നാണ് യാതൊരുവിധ താപനില ക്രമീകരണവും ഇല്ലാതെ സൂക്ഷിക്കുന്നത്. ഫാർമസി നിയമം അനുസരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മരുന്നുകളും അതുപോലെ തന്നെ മുറിയിൽ സൂക്ഷിക്കുന്ന മരുന്നുകളും പ്രത്യേകമായ ടെമ്പറേച്ചർ മോണിറ്ററിംഗ് നടത്തണം എന്ന നിയമമുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പാലിക്കപ്പെടാറില്ല. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് വേനലായാലും മഴയായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കറണ്ട് പോകുന്ന ഒരവസ്ഥ കൂടി ഇവിടെയുണ്ട്. എന്നാൽ ഒരു മെഡിക്കൽ ഷോപ്പിലും ജനറേറ്റർ ഉണ്ടാകാറില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ച് ഇൻസുലിനും അതുപോലെ തന്നെ ഡിഫ്തീരിയയ്ക്കും മറ്റുമുള്ള വാക്സിനുകളുമെല്ലാം ഈ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ പല പ്രാവശ്യം ഈ ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത്. അപ്പോൾ രാവിലെ 8 മണിക്ക് കറണ്ട് പോയി വൈകുന്നേരം 5 മണിക്ക് ആണ് കറണ്ട് വരുന്നതെങ്കിൽ ഈ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മരുന്നിൻ്റെ ഗുണനിലവാരത്തിലും വ്യത്യാസം വരുന്നുണ്ട്. ഇതിന് ഒന്നും തക്കതായ നടപടികൾ ഇവിടെ ഉണ്ടാകുന്നില്ല. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് മെഡിക്കൽ ഷോപ്പുകളും ഫാർമസികളും എല്ലാം ശീതീകരണ സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ പ്രേംജി ചൂണ്ടിക്കാട്ടുന്ന മരുന്നുകൾ കൂടാതെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ചില ആന്റിബയോട്ടിക്കുകൾ, അമോക്സിലിൻ പോലുള്ളവ, അതുകൂടാതെ ടെറ്റനസ് ടോക്സോയിഡിനുള്ള വാക്സിൻ, ഇത്തരം സാധനങ്ങൾ കൃത്യമായി റെഫ്രിജറേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. സിറപ്പ് രൂപത്തിലുള്ളവ അല്ലെങ്കിൽ മരുന്ന് രൂപത്തിലുള്ളവ ഒക്കെ റെഫ്രിജറേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇതുകൂടാതെ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യേണ്ട കുറേയധികം മരുന്നുകളുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഊഷ്മാവ്, ഓരോ വർഷവും കേരളത്തിൽ അന്തരീക്ഷോഷ്മാവ് വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ എയർ കണ്ടീഷൻ ചെയ്യപ്പെടാത്ത അലമാരകളിൽ ഇരിക്കുന്ന ഈ മരുന്നുകൾ ഇപ്പോൾ ഇവിടെ പ്രേംജി ചൂണ്ടിക്കാട്ടിയതുപോലെ 1-1.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്ന രോഗികൾക്ക് അത് ഫലിക്കണമെന്നില്ല. മാത്രമല്ല, ഡോക്ടർമാർ പോലും ഈ മരുന്നുകൾ ഫലിക്കാത്തത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വിഷമിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ മൊത്തം ആരോഗ്യ രംഗത്തെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നല്ലേ ഈ ചെറിയ വിഷയം? തീർച്ചയായും ഈ കോൾഡ് ചെയിൻ പ്രോസസ്സ്, അതായത് മാനുഫാക്ചറിങ് തൊട്ട് ഡിസ്ട്രിബ്യൂഷന് ശേഷം അത് ക്ലയന്റ്, ഒരു രോഗിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സിൽ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും, അത് ആരോഗ്യ പ്രവർത്തകർ, ഈ പോളിസി ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഇത് നിയമം പാലിക്കേണ്ടവരും എല്ലാവരും ചേർന്ന് ഇത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ മരുന്ന് ഫലപ്രദമായി ഉപയോഗപ്പെടണമെങ്കിൽ കോൾഡ് ചെയിൻ പ്രോസസ്സ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത്. അതായത് മാനുഫാക്ചറിൽ നിന്ന് പേഷ്യന്റിൽ എത്തുന്നവരെ ഇതേ ടെമ്പറേച്ചർ. അപ്പം അത് പലപ്പോഴും ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കമ്പനികളിലും ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജന്റ് എത്തുന്നവരെ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യും. അതിനുശേഷം
മിക്കവാറും ഹോൾസെയിൽ ഏജൻസികൾക്ക് ഐസ്ലൈൻ റെഫ്രിജറേറ്റർ ആയിട്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ലൈസൻസ് കൊടുക്കും. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഐസ്ലൈൻ കോമ്പിറ്റന്റ് പേഴ്സൺ ആണ് അവിടെയുള്ള, ഫാർമസിസ്റ്റ് ഇല്ല. അതുപോലെ ഐസ്ലൈൻ റെഫ്രിജറേറ്റർ ഒന്നും. അപ്പോൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ മിക്കവാറും ഈ ഐസ്ലൈൻ റെഫ്രിജറേറ്ററുകൾക്ക് അവർക്ക് ലൈസൻസ് കൊടുക്കാൻ അത് പര്യാപ്തമാണെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് അവിടെ സൂക്ഷിക്കാൻ സാധിക്കാതെ വരികയും പലപ്പോഴും അത് പുറത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ഹോൾസെയിൽ ഏജൻസിയിൽ നിന്ന് ഫാർമസിയിലേക്ക് എത്തുന്നത് അത് ശ്രദ്ധിക്കാൻ ഇവിടെ ഒരു സംവിധാനം പോലുമില്ല. അത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും മറ്റ് നിയമങ്ങളും കർക്കശമായി അതിന് വ്യവസ്ഥ ഉണ്ടാവണം. പലപ്പോഴും ഒരു ഫാർമസിയിലേക്ക്, അത് ചെറിയ ഫാർമസികളാണെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ഇതിനെക്കുറിച്ച് ഒരറിവുമില്ലാത്ത ആളുകളും അത് ഏതെങ്കിലും ബാഗിലൊക്കെ ഇട്ട് നിങ്ങൾ കാണിച്ചതുപോലെയുള്ള ഒരവസ്ഥയാണ്. അത് നിരീക്ഷിക്കാൻ പോലും ഒരു അവസ്ഥയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യത്തിൽ ഊർജിതമായ നടപടികൾ സ്വീകരിക്കുകയും അതുപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ അവിടെ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ. അത് ഫാർമസിസ്റ്റ് ആയിരിക്കണം. മറ്റു രാജ്യങ്ങളിലെല്ലാം ഒരു മരുന്ന് തൊടണമെങ്കിൽ അത് ഫാർമസിസ്റ്റ് ആയിരിക്കണം, പ്രിസ്ക്രിപ്ഷൻ വെച്ച് ഒരു മരുന്ന് കൊടുക്കും. ഇവിടെ നമ്മുടെ ഫാർമസികളിലൊക്കെ ഒരു ഫാർമസിസ്റ്റിന്റെ പേരിൽ ലൈസൻസ് കൊടുക്കുകയും എന്നാൽ അതിനുശേഷം അത് കൈകാര്യം ചെയ്യുന്നത് മിക്കവാറും ഫാർമസിസ്റ്റ് ആയിരിക്കില്ല എന്നുള്ള അവസ്ഥയാണുള്ളത്. വളരെ കുറഞ്ഞ നേരമേ മിക്ക ഫാർമസികളിലും ഫാർമസിസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ ഹോൾസെയിൽ ഏജന്റുകളും കോമ്പിറ്റന്റ് പേഴ്സൺ തന്നെ ലൈസൻസ് കൊടുക്കുകയാണ്. ആൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഈ കോമ്പിറ്റന്റ് പേഴ്സൺ ലൈസൻസ് കിട്ടും. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ച് ആള് കൈകാര്യം ചെയ്യുമ്പോൾ ആൾക്ക് ഈ മരുന്നിന്റെ സ്ട്രക്ചറിനെ കുറിച്ചോ വാക്സിൻ ഇത് ഏത് രീതിയിലാണ് ഇത് നശിച്ചു പോകുക എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ആൾക്ക് കൈകാര്യം ചെയ്തിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നുകിൽ അവർക്ക് പ്രത്യേകമായ സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കാനുള്ള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് നിരന്തരമായ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. എന്തായാലും ഈ രാജ്യത്തെ ജനങ്ങളുടെ മൗലിക അവകാശമാണ്. അവർ വളരെ ഉയർന്ന പൈസ തീർച്ചയായും കമ്പനികൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അവർ നല്ല പൈസ ഈടാക്കുന്നുണ്ട്. അത് നല്ല രീതിയിലാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ കമ്പനികളിൽ നിന്ന് മറ്റു രാജ്യങ്ങളുടെ ഡ്രഗ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. നല്ല രീതിയിലാണ് അത് ചെയ്യുന്നതും. പക്ഷെ ഈ വിതരണത്തിൽ വരുന്ന ഈ പാളിച്ച, ആ വിതരണത്തിൽ സംഭവിക്കുന്ന ഈ ഒരു വല്ലാത്ത ഒരവസ്ഥ അത് തീർച്ചയായും മാറ്റേണ്ടതുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകളെ ഈ രംഗത്ത് നിർബന്ധമായും അവരെ നിർബന്ധമാക്കിക്കൊണ്ട് ഒരു ഫാർമസി നേരത്തെ പറഞ്ഞ പോലെ ഫാർമസികൾ ശീതീകരിച്ചേ ഇനി ലൈസൻസ് കൊടുക്കേണ്ടതുള്ളൂന്നും അതുപോലെ നിലവിലുള്ളവ ശീതീകരിക്കാനും നമ്മുടെ നാട്ടിലുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് അതുപോലെ ഹോൾസെയിൽ ഏജൻസികളിലാണെങ്കിൽ കൂടുതൽ ഐസ്ലൈൻ റെഫ്രിജറേറ്ററുകൾക്കുള്ള വ്യവസ്ഥ വെച്ചുകൊണ്ടൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ശരി ജലീൽ, ഞാൻ അതിലേക്ക് മടങ്ങിയെത്താം. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രേംജിയിലേക്ക് ഒരു കൂടി. പ്രേംജി, ഈ സപ്ലൈ ചെയിനിൽ മൊത്ത വിതരണക്കാരും റീറ്റെയിൽ വിതരണക്കാരുമാണ് ഇതിൽ അനാസ്ഥ കാണിക്കുന്നത് എന്ന് വ്യക്തമാണ്. റീറ്റെയിൽ വിതരണക്കാരെ സംബന്ധിച്ച് ഒരു ഫാർമസിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് അനുവദിക്കലാണ് സാധാരണ പതിവ്. പക്ഷേ മൊത്ത വിതരണക്കാർക്ക് ഈ മരുന്ന് വിതരണം ചെയ്യാനുള്ള ലൈസൻസ് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ആ മൊത്ത വിതരണ ശൃംഖലയിൽ, അതായത് ഉൽപ്പാദകരിൽ നിന്ന് മൊത്ത വിതരണക്കാരിൽ എത്തുമ്പോൾ അവിടെ നിന്ന് റീറ്റെയിലിലേക്ക് പോകുന്ന പ്രക്രിയയിൽ ഒരു ഫാർമസിസ്റ്റിൻ്റെ സേവനം എത്രത്തോളം ലഭ്യമാണ്? അവിടെ എത്രമാത്രം ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്? ഇത് നമ്മൾ പല തവണ ചർച്ച ചെയ്തൊരു വിഷയമാണ്. 1945 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ശീതീകരണ സംവിധാനങ്ങളും യോഗ്യതയുള്ള ഫാർമസിസ്റ്റും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിന് ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അതുപോലെ തന്നെ 1948 ഫാർമസി ആക്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, യോഗ്യതയുള്ള ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് കൈകാര്യം ചെയ്യാൻ പാടില്ല. അത്തരത്തിൽ ആരെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും 6 മാസം തടവോ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകണമെന്നും. എന്നാൽ നമ്മുടെ ഭാരതത്തിൽ ദയനീയമായ ഒരവസ്ഥയാണ്, ഇത് പാലിക്കപ്പെടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ വിജിലൻസ് ഡയറക്ടർ അടക്കം ഞങ്ങൾ നേരിട്ട് പോയി പരാതി നൽകിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇവിടുത്തെ ഔഷധ മാഫിയെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം ഞാനൊരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ, ഇങ്ങനെ പരാതികൾ പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലത് മാതൃകാപരമായ ഒരു പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകാമെന്ന ചിന്തയാണ് ഞങ്ങളെ നയിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായ താപനിലയിൽ മരുന്നുകൾ സൂക്ഷിക്കുകയും കൃത്യമായ രീതിയിൽ രോഗികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും
അതുപോലെ തന്നെ ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻസിൽ പറയുന്ന രീതിയിൽ 5 വർഷത്തേക്ക് പ്രെസ്ക്രിപ്ഷനുകൾ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫാർമസി നെറ്റ്വർക്കിന് കോഴിക്കോട് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ടൊരു കാര്യം ഇവിടെ കാണിക്കാം. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആന്റിബയോട്ടിക് ആണ്. 25 ഡിഗ്രിയിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഈ മരുന്ന് 25 ഡിഗ്രിയിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഇതോടൊപ്പം തന്നെ കമ്പനി നമുക്ക് മരുന്നിനോടൊപ്പം ഇതിൽ ചേർക്കേണ്ട ഡിസ്റ്റിൽഡ് വാട്ടറും കൂടി തരുന്നുണ്ട്. ചില മരുന്നുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് നമ്മളത് മിക്സ് ചെയ്യണം. ഇപ്രകാരം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററിൽ 2 മുതൽ 8 വരെ ഡിഗ്രിയിൽ സൂക്ഷിക്കണം. എന്നാൽ കേരളത്തിൽ ഒരു 10% മെഡിക്കൽ ഷോപ്പിലോ ആശുപത്രിയിലോ രോഗികൾക്ക് വ്യക്തമായ ഈ നിർദ്ദേശം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്രകാരം മിക്സ് ചെയ്യുന്ന മരുന്ന് രോഗികൾ അവരുടെ വീട്ടിൽ ഫ്രിഡ്ജിന്റെ മുകളിലോ അല്ലെങ്കിൽ ടിവിന്റെ അടുത്തോ ഒക്കെ സൂക്ഷിക്കുന്നു. അതിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുന്നു. ഇന്ന് ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ കഴിച്ച് മാറാരോഗികളാകുന്ന ഏറ്റവും വലിയ ഇരകളാണ് നമ്മുടെ കൊച്ചു കുട്ടികൾ എന്ന് പറയേണ്ടി വരുന്നു. ഈ വലിയൊരു സംവിധാനം, ഈ മാഫിയ സംവിധാനം ഇത്തരത്തിൽ അയോഗ്യരെ കൊണ്ട് മരുന്നുകൾ വിപണനം ചെയ്ത് കൊച്ചു കുട്ടികളെ മുതൽ മാറാരോഗികളാക്കി ഈ വ്യവസായത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള തീവ്ര ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബദലായ ഒരു സംവിധാനം ഇവിടെ രൂപപ്പെടുത്തി വരേണ്ടതുണ്ട്. അതിന് ഫാർമസിസ്റ്റുകൾ തന്നെ മുമ്പോട്ട് വരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഓർഗനൈസേഷൻ അതിന് വ്യക്തമായ നടപടികളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫാർമസി നെറ്റ്വർക്ക് തന്നെ ഞങ്ങൾ അധികം വൈകാതെ കോഴിക്കോട് തുടക്കം കുറിക്കുന്നു. ശരി പ്രേംജി, ഞാൻ മടങ്ങി വരാം. ജലീൽ, ഇവിടെ ചൂണ്ടിക്കാട്ടിയ കുട്ടികൾക്കുള്ള ആന്റിബയോട്ടിക്കിന്റെ കാര്യമാണ് പ്രേംജി പറഞ്ഞത്. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ ബാക്ടീരിയകൾ ഇമ്മ്യൂണിറ്റി നേടുന്നു എന്ന ഒരു ആശങ്ക ശാസ്ത്രലോകത്ത്, വൈദ്യലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഈ ആന്റിബയോട്ടിക്കുകൾ എത്ര ഡോസ് അധികമാണ് ഇപ്പോൾ നൽകുന്നത്, എത്ര ശക്തമായ ഡോസുകളാണ് ആന്റിബയോട്ടിക്കുകൾ നൽകുന്നത് എന്ന് ഓരോ രോഗികൾക്കും അറിയാം. ആന്റിബയോട്ടിക്കുകൾക്ക് എതിരെ ബാക്ടീരിയ ഇമ്മ്യൂണിറ്റി നേടുന്നതാണോ അതോ ഈ മരുന്നുകളുടെ ഗുണനിലവാരം പോകുന്നതാണോ ഇത്തരം സംഭവവികാസം ഉണ്ടാവാനുള്ള കാരണം? ആന്റിബയോട്ടിക്കുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഗുണനിലവാരത്തിനേക്കാൾ ആളുകളുടെ ഉപയോഗ രീതിയാണ് പ്രശ്നം. ആളുകൾക്കും അതുപോലെ ഇത് എങ്ങനെ എത്ര ദിവസം ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായി ആളുകൾ പലപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അവരുടെ പ്രശ്നം മാറിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നല്ലൊരു പനി ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ആന്റിബയോട്ടിക് തുടങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസത്തിൽ കൂടുതൽ മിക്ക ആളുകളും കഴിക്കാറില്ല. അപ്പം അതോടുകൂടി തന്നെ ഈ ബാക്ടീരിയ അതിന് റെസിസ്റ്റൻസ് നേടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്. ഇത് മരുന്നിൻ്റെ ഇത് സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നുന്നില്ല. വാക്സിനും അതുപോലെ കോൾഡ് സ്റ്റോറേജിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഈ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആന്റിബയോട്ടിക്കുകളുടെ ഒരുപാട് അതുപോലെ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പാറ്റേൺ എല്ലാവർക്കും ആന്റിബയോട്ടിക്കുകൾ കുറിച്ച് നൽകുകയും അത് വ്യാപകമായിട്ട് ഇതുപോലെ നോൺ കംപ്ലൈൻ്റ് ആയിട്ട് 1-2 ദിവസമൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ഈ ബാക്ടീരിയകൾ അതിനെതിരെ റെസിസ്റ്റൻസ് നേടാനുള്ള സാധ്യത കൂടുതലാണ്. ശരി പ്രേംജി, ഇത്തരത്തിൽ കൃത്യമായ ഊഷ്മാവിൽ സൂക്ഷിക്കാത്ത മരുന്നുകൾ യഥാർത്ഥത്തിൽ ചിലപ്പോൾ അതിൽ ഗുണമേന്മ നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക, അതോ അത് വിപരീത ഫലം, ദോഷഫലം ചെയ്യുന്ന വിഷകാരികളായ രാസവസ്തുക്കളായി മാറുന്നുണ്ടോ? ഇത് വിഷകാരികളായി മാറുകയാണ് ചെയ്യുക. പെട്ടെന്നല്ല ഇത് വിഷമാകുന്നത്, ഒരു സ്ലോ പോയിസൺ എന്ന രീതിയിലാണ് സംഭവിക്കുക. നമ്മൾ പ്രമേഹത്തിനായാലും രക്തസമ്മർദ്ദത്തിനായാലും കൊളസ്ട്രോളിനായാലും ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ കൃത്യമായ താപനിലയിൽ 25 മുതൽ 30 വരെ ഡിഗ്രി താപനിലയിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. അത് സൂക്ഷിക്കാതെ വരുമ്പോൾ നമ്മളിത് തുടർച്ചയായിട്ട് കഴിക്കുന്നു. ഈ മരുന്നുകളെല്ലാം നമ്മുടെ വയറിലെത്തിയിട്ടാണ് രക്തത്തിലേക്ക് കടന്നു വരിക. ഇത്തരത്തിൽ ഇത് പോകുമ്പോൾ കൃത്യമായ ഡോസേജിലല്ല ഈ മരുന്ന് ചെല്ലുന്നതെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രതിപ്രവർത്തനം ഉണ്ടാകുകയും പ്രധാനമായിട്ടും അൾസറായി ഇത് രൂപപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ മരുന്ന് വീണ്ടും കുറച്ചു കാലം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വൃക്കയെ ബാധിക്കുന്നു. ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ഡയാലിസിസ് കേന്ദ്രങ്ങളും വൃക്ക രോഗികളും ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കേണ്ടത് ഇവിടെയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ തന്നെ നമ്മളുടെ ശരീരത്തിന്റെ അവസ്ഥയെ മാറ്റിമറിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് പുറമേ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇങ്ങനെ മരുന്ന് ഗുണനിലവാരമില്ലാത്ത മരുന്ന് തുടർച്ചയായി കഴിക്കുമ്പോൾ അൾസർ, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് മുട്ടുവേദനയോ എല്ല് തേയ്മാനമോ ഒക്കെ ആയി മാറുന്നു. നമ്മൾ ഒന്നിനു പകരം 2-3 മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ വഴുതി വീഴുകയാണ് ചെയ്യുന്നത്.
ഇതിനൊക്കെ കൃത്യമായ മോണിറ്ററിംഗ് ചെയ്യേണ്ടതും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും സാറ് പറഞ്ഞതുപോലെ തന്നെ ഫാർമസിസ്റ്റുകളാണ്. എന്നാൽ ഈ കാര്യത്തിൽ 100% സാക്ഷരതയുള്ള കേരളം പോലും തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത് എന്നതിൽ ദയനീയമായ ഒരു കാര്യമാണ്. ഡ്രഗ് കൺട്രോളർ അടക്കം പലതവണ ഇതുമായി ബന്ധപ്പെട്ടു കോടതിയിൽ കേസ് കൊടുത്തപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇവിടെ എല്ലാ ഷോപ്പുകളിലും കൃത്യമായി ഫാർമസിസ്റ്റുകളുണ്ട്, ഫാർമസിസ്റ്റ് ഇല്ലാതെ ഒരു സ്ഥലത്തും പ്രവർത്തിക്കുന്നില്ല എന്ന്. എന്നാൽ ഡ്രഗ് കൺട്രോളറുടെയും ഫാർമസി കൗൺസിലിന്റെയും ഓഫീസ് പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റൽ ആശുപത്രിയുടെ മുമ്പിൽ ഒന്ന് പരിശോധിച്ചാൽ കാണാം, പകൽ സമയത്ത് പോലും അവിടെ ഫാർമസിസ്റ്റ് ഇല്ലാതെ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ കഴിഞ്ഞ വ്യക്തികൾ മാത്രമാണ് മരുന്ന് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഈ ദയനീയമായ അവസ്ഥയുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു പ്രവണത, മരുന്ന് കമ്പനികൾ പറയുന്നതിനനുസരിച്ചാണ് ഡോക്ടർമാര് മരുന്ന് കുറിച്ച് കൊടുക്കുക. അതിനുവേണ്ടി ബികോമോ അല്ലെങ്കിൽ BSc ഒക്കെ കഴിഞ്ഞ കുറച്ച് ആളുകളെ മെഡിക്കൽ റിപ്പുമാരായിട്ട് കൊണ്ടുപോകുന്നു, ഇവരെ പഠിപ്പിച്ചു വിടുന്നു, ഇവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് മരുന്ന് എഴുതി കൊടുക്കുന്ന ഒരവസ്ഥ. ദയനീയമായ ഒരു കാര്യം കൂടി ചൂണ്ടിക്കട്ടെ, നമ്മളുടെ ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു 10ഓളം ഡോക്ടർമാരെ ഞങ്ങൾ ബന്ധപ്പെട്ടു. അവരെല്ലാം പറഞ്ഞു, അയ്യോ സ്റ്റോറേജ് കണ്ടീഷനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്കറിയില്ല. ഡോക്ടർമാർക്ക് പോലും അറിയില്ല നമ്മുടെ മരുന്നുകൾ ഏത് രീതിയിൽ സൂക്ഷിക്കണം, ഏതാണ് ശരിയായ താപനില, അതിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിലുള്ള അപകടം എന്താണ് എന്ന് പോലും അറിയാത്ത ഡോക്ടർമാരാണ് നമ്മുടെ നാട്ടിൽ ചികിത്സിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യരംഗത്ത് വന്നു ചേർന്നിരിക്കുന്ന അപജയം എത്രമാത്രം ഉണ്ട്. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള ആവശ്യമുണ്ട്. അബ്ദുൽ ജലീലിലേക്ക് ഒരിക്കൽ കൂടി. അബ്ദുൽ ജലീൽ, ഇവിടെ പ്രേംജി അവസാനം സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഒരു മെഡിക്കൽ ഷോപ്പുകളിൽ ഒരു ഫാർമസിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകാം, പക്ഷേ അവിടെ ജോലി ചെയ്യുന്നവർ പലപ്പോഴും പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷെ +2 അല്ലെങ്കിൽ ഡിഗ്രിയോ പാസ്സായതിനു ശേഷം ജോലിയില്ലാതെ നടക്കുമ്പോൾ താൽക്കാലികമായ ഒരു ജോലിക്ക് വേണ്ടി സമീപിക്കുന്നവർ, ഇങ്ങനെ പല വിധത്തിലുള്ള ആളുകളാണ് അവിടെ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇപ്പോഴും പഴയ കൊളോണിയൽ കാലഘട്ടത്തിൽ അതേപോലെയാണ്, അവരുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന അവസ്ഥയുമുണ്ട്. വായിക്കാൻ പോലും പലപ്പോഴും കഴിയാത്ത ഇത്തരം പ്രിസ്ക്രിപ്ഷനുകൾ നോക്കി മരുന്നെടുത്തു കൊടുക്കുന്നത് ഈ പറഞ്ഞ ഫാർമസിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ കൂടിയാണ്. ഇതിലൊക്കെ സമഗ്രമായൊരു മാറ്റം വരേണ്ടതല്ലേ? കുറെ കൂടി ഡിജിറ്റലൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രിസ്ക്രിപ്ഷൻ കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ലേ? തീർച്ചയായും പ്രിസ്ക്രിപ്ഷനിൽ എറർ വരാം. പ്രിസ്ക്രിപ്ഷനിൽ ഈ എഴുത്ത് രീതികൾ പലപ്പോഴും ഒരു കോഡ് ഭാഷയിൽ എഴുതുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രിസ്ക്രിപ്ഷൻ പലപ്പോഴും വായിക്കാൻ പറ്റുന്നില്ല എന്നല്ല. അപ്പം അത് തൊട്ടടുത്തുള്ള ഫാർമസിസ്റ്റിന് മാത്രം മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഉള്ള, അപ്പം അത് ഒരു ഡിജിറ്റലൈസ് ചെയ്ത് പ്രിന്റ് ഫോർമാറ്റിൽ പ്രിസ്ക്രിപ്ഷൻ വരിക എന്നുള്ളതും അതുപോലെ ഫാർമസിസ്റ്റാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതും തീർച്ചയായും രോഗിയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു അവകാശം ആണ്. നമ്മൾ വളരെ ഉയർന്ന സാമ്പത്തികമായി നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ് നടത്തുകയും പക്ഷെ ഏറ്റവും കുറഞ്ഞ സേവനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പം അതിന് പകരം ഈ ഒരു സംവിധാനം വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും അത് ഫാർമസിസ്റ്റിൻ്റെ അണ്ടറിലാണ്. അതുപോലെ ഫാർമസിസ്റ്റുകൾക്കാണെങ്കിലും നിരന്തരമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയും ഇതിനെക്കുറിച്ചൊരു ബോധമുണ്ടാവേണ്ടത് ഫാർമസിസ്റ്റുകൾക്കും അതുപോലെ പൊതുജനത്തിനും ഇത് വളരെ ഗുരുതരമായി. ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിലെ മരുന്ന് വിപണി. പക്ഷേ ഉപഭോക്താവ് നിലയിൽ രോഗിയെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ സേവനം ലഭിക്കുന്ന ഒരു മേഖലയാണ് ഇത് മാറുകയാണ് എന്ന് അതിഥികൾ ചൂണ്ടിക്കാട്ടുന്നു. വളരെയധികം നന്ദി അബ്ദുൽ ജലീൽ, പ്രേംജി ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്. മറ്റൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. ഇനി ഷോമോൾ കാണാം. നമസ്കാരം.